آمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه. സൂറത്തുൽ ബഖറയിലുള്ള وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا എന്ന് പറയുന്ന ആയത്ത്, അതിൻ്റെ അർത്ഥം അതിൽ പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ മകനായ ഇസ്മായിലും കഅബ ഷരീഫിൻ്റെ അസ്ഥിവാരം, അതിൻ്റെ തറ പടുത്തു ഉയർത്തുന്ന ആ സമയത്ത് അവർ രണ്ടുപേരും അള്ളാഹുവിനോട് ദുആ ചെയ്തത്, ഞങ്ങളുടെ റബ്ബേ, ഈ പറയുന്ന പ്രവൃത്തി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമെന്നാണ്. ഉഹൈബ് ബിനുൽ വറദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന ആയത്തൊരിക്കൽ പാരായണം ചെയ്യുകയും അദ്ദേഹം ദീർഘമായി കരയുകയും ചെയ്തു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അത് പറയുന്നു. അദ്ദേഹം കരഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം പറയുകയാണ്, യാ ഖലീൽ അർ റഹ്മാൻ, അള്ളാഹുവിന് ഇത്ര വേണ്ടപ്പെട്ട ആൾ, അള്ളാഹുവിൻ്റെ മഹത്തായ ഭവനത്തിൻ്റെ തറ പടുത്തുയർത്തുക എന്ന് പറയുന്ന മഹത്തായ അമലാണ്, ഇബാദത്താണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു പള്ളിക്ക് അതിൻ്റെ തറയുടെ കർമ്മമൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ എത്ര വലിയ ബഹുമാനാദരവോടെയാണ് ആഘോഷിക്കുന്നത്, കൊണ്ടാടുന്നത് എന്നൊക്കെ. കഅബ ഷരീഫിന് തറയാണ്, അതിൻ്റെ തറ പടുത്തു ഉയർത്തുകയാണ്. പിതാവും അദ്ദേഹത്തിൻ്റെ പുത്രനും അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇത്ര വലിയ ആ ഒരു അമല് ഇബാദത്ത് നിർവഹിക്കുന്ന സമയത്ത് കൂടി അവരെ ഉത്കണ്ഠപ്പെടുത്തുന്നത്, അള്ളാഹു ഇത് സ്വീകരിക്കുകയില്ലേ, ഇത് അള്ളാഹു അവൻ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പ്രവർത്തനം അത് വെറുതെയാകുമെന്ന് പറയുന്ന ആ പേടിയും ഉത്കണ്ഠയും അവർ ദുആ ചെയ്യാണ്. അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം നബി, നിങ്ങൾ ഇത്ര പേടിയോടുകൂടെ ഈ ചെയ്യുന്ന അമൽ, ഇത്ര മഹത്തായ അമൽ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിക്കുകയില്ലേ എന്ന് പേടിക്കുകയാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? സൂറത്തുൽ മുഅ്മിനൂനിൽ ഏകദേശം ഈ ആശയത്തിൽ വരുന്ന ആയത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അടിമകളുടെ അടയാളങ്ങൾ, വിശേഷണങ്ങൾ പറയുന്ന ആയത്ത്. അവർ യഥാർത്ഥ തൗഹീദുള്ളവരായിരിക്കും, അവരടുത്ത് ഒരിക്കലും ശിർക്കുകൾ ഉണ്ടാവുകയില്ല. അതിൻ്റെ പുറമെ അവർ നിർവഹിക്കുന്ന ഇബാദത്തുകൾ, ദാനധർമ്മങ്ങളാണെങ്കിലും നിസ്കാരം, നോമ്പ് പോലത്തെ വലിയ വലിയ ഇബാദത്തുകൾ അവർ നിർവഹിക്കുന്ന സമയത്ത് അവർ പേടിയോടുകൂടിയാണ് അത് നിർവഹിക്കുക എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. വല്ലദീന യുഅ്തൂന മാ ആതവ ഖുലൂബുഹും വജിലത്തുൻ എന്ന് വലിയ മഹത്തായ ഇബാദത്തുകൾ നിർവഹിക്കും അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ. അതോടുകൂടെ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചുകൊണ്ടാണ് നിർവഹിക്കുക. അള്ളാഹു അത് സ്വീകരിക്കുകയില്ലേ, അതിൽ വല്ല കുറവും വീഴ്ചകളും പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഈ ആയത്തിൻ്റെ ആശയം മനസ്സിലാകാതെ സംശയം വന്നപ്പോൾ അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഈ ആയത്തിൽ പറയുന്ന ശരിക്ക് വലിയ വലിയ പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അതിൻ്റെ പേരിലുള്ള പേടിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഒരിക്കലുമല്ല അബൂബക്കറിൻ്റെ മകളെ, യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിൻ്റെ മകളെ, ഒരിക്കലുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച മഹത്തായ ഇബാദത്ത്, നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ, സക്കാത്ത്, സദഖ, ഇതൊക്കെ കൃത്യമായി അവർ ചെയ്യും. അതോടുകൂടെ അള്ളാഹു സ്വീകരിക്കുകയില്ലേ എന്നുള്ള ആ ഒരു ഉത്കണ്ഠ അവരെ പിടികൂടും. യഥാർത്ഥ അള്ളാഹുവിൻ്റെ അടിമകളുടെ സ്വഭാവം ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ ഈ ആയത്തും രണ്ടും പറഞ്ഞത്, ഈ പറയുന്ന ഹദീസും പറഞ്ഞത്, നമ്മൾ അള്ളാഹുവിൻ്റെ ഫضല് കൊണ്ട് മഹത്തായ മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി എന്നുള്ളതൊരു സത്യം തന്നെയാണ്. നാം അനുഷ്ഠിച്ചിട്ടുണ്ട്, ഖുർആൻ ധാരാളം പാരായണം ചെയ്തിട്ടുണ്ട്, ദുആ നടത്തിയിട്ടുണ്ട്, നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും മനം നിറഞ്ഞവരായിട്ടോ, അള്ളാഹുവിനോട് എടുത്തു പറയുന്നവരായിട്ടോ, അതല്ലെങ്കിൽ സ്വയം പുകഴ്ത്തുന്നവരായിട്ടോ, ഒരിക്കലും ഉജുബോ കിബറോ അതല്ലെങ്കിൽ താൻപരിമയോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ പിടികൂടരുതേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ, അവന് പറ്റിയതാണെങ്കിൽ മാത്രമേ അതിൻ്റെ നേട്ടങ്ങളും അതിൻ്റെ പ്രതിഫലങ്ങളും അതിൻ്റെ പേരിലുള്ള ആദരവും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങൾ മുൻഗാമികളൊക്കെ നിർവഹിച്ചതുപോലെ അള്ളാഹുവിനോട് ഈ പറയുന്ന ഇബാദത്തുകളും അമലുകളും സ്വീകരിക്കാൻ വേണ്ടി നിരന്തരം നാം ദുആ ചെയ്യുക എന്നുള്ളതാണ്. മുൻഗാമികൾ പലരും പറഞ്ഞൊരു വാക്ക്, നാം നിർവഹിച്ച സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് നമുക്ക് ഒരു തെളിവ് എന്നോണം അതിൻ്റെ ശേഷം അതിലേറെ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനും ആ നന്മയിൽ തുടർന്നു പോകാനും ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ നിർവഹിച്ച ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിച്ചു എന്ന് അവനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് തുടർന്നുള്ളത്. അതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അതിൻ്റെ ശേഷം നമുക്ക് അള്ളാഹു ഈ പറയുന്ന നോമ്പും റമദാനും ഈ ഇബാദത്ത് കൊണ്ട് ലക്ഷ്യം വെച്ച തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതത്തിൻ്റെ അവസാനം വരെ മുന്നോട്ട് പോകാനും, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നതുവരെ അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ കൃത്യമായി പാലിക്കാനും അതിലായി മരിക്കാനും അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.